ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വീഡിയോയിലെ വിഷയവും എന്തെന്ന് വച്ചാൽ, അക്ബർ ചക്രവർത്തി എന്നും ബീർബൽ മന്ത്രി എന്നും കേട്ടിട്ടില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. ബീർബൽ അക്ബർ ചക്രവർത്തിയുടെ വിശ്വസ്തനായ മന്ത്രിയും അക്ബർ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലെ നവരത്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാളുമായിരുന്നു. ബീർബലിൻ്റെ യഥാർത്ഥ പേര് മഹേഷ് ദാസ് ഭട്ട് എന്നായിരുന്നു. ഉത്തർപ്രദേശിലെ യമുനാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൽവി എന്ന സ്ഥലത്ത് 1528 അദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന് 30 വയസ്സ് പ്രായമുള്ളപ്പോൾ മുഗൾ ചക്രവർത്തിയായ അക്ബറിൻ്റെ രാജകൊട്ടാരത്തെത്തി. പിന്നീട് അദ്ദേഹം മരണം വരെയും അക്ബർ ചക്രവർത്തിയുടെ സഹചാരിയായി തന്നെ കൂടെ ഉണ്ടായിരുന്നു. ബുദ്ധിശക്തിയുടെ കാര്യത്തിലും യുക്തിയുടെയും തമാശയുടെയും കാര്യത്തിലും ബീർബലിനെ കടത്തിവെട്ടാൻ ആ രാജസദസ്സിൽ അന്ന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ബീർബൽ എന്ന പേര് നൽകിയ ഇദ്ദേഹത്തെ ആദ്യമായി വിളിച്ചതും അക്ബർ ചക്രവർത്തി തന്നെയായിരുന്നു. 1586 ഒരു യുദ്ധത്തിൽ ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഉറ്റ സുഹൃത്തിൻ്റെ വിയോഗം അക്ബർ ചക്രവർത്തിയെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തു. ഒരിക്കൽ അക്ബർ ചക്രവർത്തി തൻ്റെ ഭടന്മാരും ഒത്ത് നായാട്ടിന് പോയപ്പോൾ വഴിതെറ്റുകയും എല്ലാവർക്കും വിശപ്പും ദാഹവും എല്ലാം ഉണ്ടാവുകയും ചെയ്തു. ആ ഭാഗത്ത് നോക്കിയപ്പോൾ ഒരിടത്തും വെള്ളം ലഭിക്കുവാനുള്ള യാതൊരു സൗകര്യവുമില്ലായിരുന്നു. അങ്ങനെ ഇവർ ദാഹവും വിശപ്പും അകറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നറിയുന്നതിനായി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് യാത്ര തുടങ്ങി. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ വിറകുകെട്ടുമായി വരുന്ന ഒരു ബാലനെ കാണാനിടയായി. അടുത്തെവിടെയെങ്കിലും കിണറുണ്ടോ എന്നവർ ബാലനോട് ചോദിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ കൂടെ വന്നാൽ കാണിച്ചു തരാമെന്ന് ബാലൻ പറഞ്ഞപ്പോൾ ആ ബാലനെയും കൂട്ടി കുതിരപ്പുറത്ത് കയറ്റി അവർ കിണറുള്ളിടത്തേക്ക് പോയി. ആ ബാലന് അവർ അവർക്ക് നല്ല പ്രസരിപ്പോടുകൂടി വെള്ളം കോരി കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു. അക്ബർ ചക്രവർത്തിക്ക് ആ ബാലിനെ വളരെ ഇഷ്ടമായി. അദ്ദേഹം അവനോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? അതിനുത്തരമായി മറുചോദ്യമായിരുന്നു ബാലൻ പറഞ്ഞത്. അപ്പോൾ താങ്കൾ ആരാണ് പ്രഭോ എന്ന് അക്ബറിനോട് അവൻ ചോദിച്ചു. അക്ബർ അവനോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അക്ബറിൻ്റെ ആ മറുപടി കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ആ ബാലൻ പറഞ്ഞതെന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ ബാലൻ്റെ സംസാരത്തിലുള്ള യുക്തി അക്ബർ ചക്രവർത്തിക്ക് ഇഷ്ടപ്പെടുകയും ഉടനെ അദ്ദേഹം തൻ്റെ വിരലിൽ കിടന്ന സ്വർണ്ണമോതിരം ഊരി ആ ബാലിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ദാഹിച്ചു വിളഞ്ഞു വന്ന ഞങ്ങൾക്ക് പെട്ടെന്ന് വെള്ളം തന്നതിനും നല്ല സംസാരത്തിനുള്ള സമ്മാനമായി ഈ മോതിരം ഞാൻ നിനക്ക് തരുന്നു. നീ വലുതാവുമ്പോൾ എന്നെ വന്ന് കാണാൻ ഇത് ഉപകരിക്കും. അതിനുശേഷം അക്ബർ ചക്രവർത്തിയും ഭടന്മാരും കൂടി കുതിരപ്പുറത്ത് കയറിപ്പോയി. ഇവർ പോയി കഴിഞ്ഞപ്പോൾ ആ മോതിരത്തിൽ അക്ബർ എന്ന് എഴുതിയിരിക്കുന്നത് ബീർബൽ വായിക്കാനിടയായി. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിവാഹമായി കഴിഞ്ഞ് തീർന്നപ്പോഴേക്കും അക്ബറിൻ്റെ കൊട്ടാരത്തിലെത്തി ബീർബലിനെ അക്ബർ ചക്രവർത്തി അവിടെ തൻ്റെ മന്ത്രിയായി നിയമിക്കുകയും ചെയ്തു. ഇതിന് മുമ്പ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുള്ള ക്ഷേത്രങ്ങളുടെ വീഡിയോയും കൂടി എല്ലാവരും കാണണം. ക്ഷേത്രങ്ങളിൽ 10-15 ക്ഷേത്രങ്ങളുടെ വീഡിയോ ഇട്ടതിൽ തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ വീഡിയോ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രസിദ്ധമായ ഈ തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രവും വീഡിയോ, അതുപോലെ ഇപ്പോൾ ആറ്റുകാൽ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ വീഡിയോ തുടങ്ങിയവയൊന്നും അത് ഇപ്പോൾ അധികം ഓട്ടമൊന്നും കാണുന്നില്ല. അതും എല്ലാവരും കാണണമെന്ന് താല്പര്യപ്പെടുന്നു. അതുപോലെ ഞാൻ ഇനിയും ക്ഷേത്രങ്ങളുടെ വീഡിയോ ഇടുന്നുണ്ട്. അതിനിടയ്ക്ക് മഹാന്മാരുടെ വ്യക്തികളുടെ വീഡിയോയും ഇടും. ഇനി
അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഈ കാണുന്ന വീഡിയോകളെല്ലാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നു.